നമ്മൾ ഒന്ന് വഴക്ക് പറയാണ്ട് അടിക്കാണ്ടൊക്കെ നമ്മൾ വളർത്തിയത് 12 കൊല്ലത്തോളം. എൻ്റെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് അവനെ ഉണ്ടായിട്ടുള്ളൂ. ആരെയും വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ വളർത്തുനായ ഒച്ച ഉണ്ടാക്കലുണ്ട്. അതായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ വലിയ സീരിയസ് ആക്കി എടുത്തില്ല. ചെറിയൊരു ജസ്റ്റ് ആയിട്ടൊരു ഗ്ലാൻസ് ആയിട്ട് ഒന്നൊന്ന് കാറി, അത്രേ ഉള്ളൂ. പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റ് നോക്കുമ്പോൾ ആളെ കാണാനില്ല. പിന്നെ പുലിപ്പാടും അവിടെ ചോരയൊക്കെ ഉണ്ട്. 2-3 ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമുക്ക് ഇവിടെ കടുവേന്റെ ഒരു വെല്ലുണ്ടായിരുന്നു. പക്ഷെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള പഴുപ്പത്തൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ ദിവസം, അതായത് 15-ാം തീയതി രാത്രി ഈ ഒരു പ്രദേശത്ത് ഒരു വളർത്തുനായയെ വന്യജീവി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ബത്തേരി ടൗണിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. അവരുടെ വീടിൻ്റെ മുറ്റത്ത് കൂട്ടിൽ കിടന്ന നായയാണ് ഇങ്ങനെ കൊണ്ടുപോയത്. അതിൻ്റെ അവശിഷ്ടവും കാര്യങ്ങളൊക്കെ പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. അത് പിന്നീട് ആ ജീവി തന്നെ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. എന്ത് ജീവിയാണെന്നുള്ളതൊക്കെ ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പുലിയാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ വീട്ടിലേക്കൊന്ന് പോകാം. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതൊന്ന് നോക്കി കണ്ട് മനസ്സിലാക്കാം കേട്ടോ. ഈ ഒരു വീട്ടിലെ വളർത്തുനായാണ് കഴിഞ്ഞ ദിവസം വന്യജീവി പിടിച്ചുകൊണ്ട് പോയത്. ഏതായാലും ഇതാണ് കൂട് കാണുന്നത്. ഈ കൂട്ടിൽ കിടന്ന വളർത്തുനായയാണ് കഴിഞ്ഞ രാത്രിയിൽ വന്ന് വന്യജീവി പിടിച്ചുകൊണ്ട് പോയത്. ഏതായാലും നമുക്ക് ഈ കൂടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് ഇവിടെ വലിയ കാൽപ്പാടുകൾ തന്നെ കാണാം. അത്യാവശ്യം നല്ല സൈസുള്ള കാൽപ്പാടാണ്. കാൽപ്പാട് നല്ല രീതിയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, ഒന്നിലധികം കാൽപ്പാടുകളുണ്ട്. ഒരു 4-5 കാൽപ്പാടുകൾ തന്നെ ഈ ഒരു കൂടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് കാണാം. ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ സകല ലക്ഷണങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുണ്ട്. ഒരു കൈപ്പത്തിയുടെ വലിപ്പമൊക്കെ കാണാൻ കേട്ടോ. മാത്രമല്ല ഈ കൂടിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്. കൂടിൻ്റെ ഇതൊക്കെ പൊളിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. പലകയൊക്കെ പൊട്ടിയിരിക്കുന്നത്, അതുപോലെ തന്നെ സൈഡിലത്തെ ഗ്രില്ലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. മാത്രമല്ല പട്ടിയുടെ തൊടലും ഒക്കെ നമുക്കതിൻ്റെ ഉള്ളിൽ തന്നെ കാണാം. ഈ ഒരു സൈഡിൽ നമുക്ക് കാൽപ്പാടുകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാൽപ്പാടുകൾ ഇവിടെയുണ്ട്. നല്ല വെയിറ്റിൽ തന്നെ താന്ന് പതിഞ്ഞ് നിൽക്കുന്ന കാൽപ്പാടുകൾ നമുക്കിവിടെ കാണാം. ഈ കാൽപ്പാടുകളിൻ്റെ അളവൊന്ന് മനസ്സിലാകാനായിട്ട് നമ്മൾ ചെറിയൊരു ഈർക്കിളി എടുത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഏകദേശം നിങ്ങൾ കാണുന്ന ഈ ഒരു സൈസാണ് ഇപ്പോൾ ഈ ഒരു കാൽപ്പാടിന് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈർക്കിളി വെച്ച് നമ്മൾ നോക്കുന്നത്. ഏതായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എത്ര സൈസ് ഉണ്ടാകുന്നത്. ഈ ഒരു സൈസുണ്ട്. ഇതേ സൈസ് തന്നെയാണ് തൊട്ടപ്പുറത്തെ കാൽപ്പാടിനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ജീവിയാണ് പിടിച്ചത് എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വ്യക്തമാക്കാം. മാത്രമല്ല ഈ കൂടിൻ്റെ സൈഡിലായിട്ട് നമുക്കിവിടെ ചോരപ്പാടുകൾ നമുക്ക് കാണാം. പട്ടിയെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ ചോരപ്പാടുകളും മറ്റുമൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കിടക്കുന്ന രംഗങ്ങൾ കാണാം കേട്ടോ. ഇതൊക്കെ ചോര തളം കെട്ടി കിടക്കുന്ന രംഗങ്ങളാണ്. ഈ വീട്ടിലാണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് ഏതായാലും ഈ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ദീശ്രീ. അമ്മമ്മയുടെ പേരെന്താ? പേര് യോഗണി. ഇന്നലെ എത്ര മണിയായപ്പോഴാണ് സംഭവം? മിനിഞ്ഞാന്നാണ് സംഭവം നടന്നത്. അതായത് 15-ാം തീയതി രാത്രി 11:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. രാത്രി ഞങ്ങളാരും കിടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു ഒച്ച കേട്ടു. ഞങ്ങൾ വിചാരിച്ചു സാധാരണ ആരെയും വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ വളർത്തുനായ ഒച്ച ഉണ്ടാക്കലുണ്ട്. അതായിരിക്കും ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ വലിയ സീരിയസ് ആക്കി എടുത്തില്ല. ചെറിയൊരു ജസ്റ്റ് ആയിട്ടൊരു ഗ്ലാൻസ് ആയിട്ട് ഒന്നൊന്ന് കാറി, അത്രേ ഉള്ളൂ. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോഴാണ് ഇവിടെ കൂടൊക്കെ തകർന്നു. പിന്നെ പുലിന്റെ അടിപിടി നടന്ന ഒരു ഇതുപോലെ ഉണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ വന്നു. അല്ല, ഈ കൂട് മൊത്തം അത് തകർത്തല്ലേ? അല്ലേ? ഇത്ര ഒച്ച കേട്ടിട്ടും തോന്നിയില്ല? ഞങ്ങക്ക് തോന്നിയില്ല. ആകെ ഒരു ചെറിയൊരു മൈന്യൂട്ട് സെക്കൻഡിൽ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒച്ചയും കേട്ടില്ല ഞങ്ങള്. പിന്നെ രാവിലെ ഞങ്ങൾ എണീറ്റ് നോക്കുമ്പോ ആളെ കാണാനില്ല. പിന്നെ പുലിപ്പാടും അവിടെ ചോരയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ നാട്ടുകാരും ഫോറസ്റ്റുകാരും എല്ലാവരും വന്ന് എക്സാമിൻ ചെയ്ത് അവിടെ പറഞ്ഞു പുലി. എത്ര പ്രായമുള്ള? 12 വയസ്സ്. 12 വയസ്സല്ലേ? കുറെ കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ? ഭയങ്കര സങ്കടമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഇതിനു മുന്നേ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം
ഉണ്ടായിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ തൊട്ട് പുറകിൽ 400 മീറ്റർ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് തൊട്ട് പുറകിൽ ഫോറസ്റ്റ് ആണ്. പിന്നെ കുറച്ച് നാള് 2-3 ഫ്യൂ ഇയേഴ്സ് ബാക്ക് നമുക്ക് ഇവിടെ കടുവേന്റെ ഒരു വെല്ലുണ്ടായിരുന്നു. പക്ഷെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്, പക്ഷെ ഉപദ്രവിച്ചതായിട്ടൊന്നും ഒരിതുമില്ല. ഇത് ശരിക്കും ഇത് എന്താ അവരെന്താ പറഞ്ഞത്? പുലിയാന്ന് കടുവയാന്ന് എന്താ പറഞ്ഞവര്? അവര് പറഞ്ഞത് പുലിയാന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇനി ഇന്നലെ ക്യാമറ ഒക്കെ കൊണ്ടു വെച്ചു. ഇന്നിപ്പോ എക്സാമിൻ ചെയ്തിട്ട് വൈകുന്നേരം വിളിക്കാന്ന് അവര് പറഞ്ഞത്. ക്യാമറ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല? ഇന്നലെ വെച്ചായിരുന്നു. വലിയ കാൽപ്പാടുകളാണല്ലേ? നാട്ടുകാരെന്താ പറഞ്ഞേ? നാട്ടുകാർക്ക് കടുവയാണോ പുലിയാണോ എന്ന് ഒരു ധാരണയില്ല. എന്തായാലും ഫോറസ്റ്റുകാർ എക്സാമിൻ ചെയ്തിട്ട് എന്തായാലും അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മറ്റു വന്യജീവികള് ഈ പുലിയെ കടുവ അല്ലാതെ മറ്റെന്തെങ്കിലും ഒക്കെ വരാറുണ്ട് ഇങ്ങോട്ട്? പന്നി വരാറുണ്ടല്ലേ? മയില് എല്ലാവരും ഉണ്ട്. ഇത് ബത്തേരിന്ന് പക്ഷെ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഇങ്ങോട്ട്? അധികമില്ല. ഇല്ലല്ലേ? ഒരു 3-4 കിലോമീറ്റർ അല്ലേ? 3-4 കിലോമീറ്റർ. സങ്കടം ഉണ്ടോ പട്ടി പോയാല്? നമ്മള് ഒന്ന് വഴക്ക് പറയാണ്ട് അടിക്കാണ്ടൊക്കെ നമ്മള് വളർത്തിയത് 12 കൊല്ലത്തോളം. എന്റെ ചെറുപ്പകാലം തൊട്ട് എനിക്ക് അവനെ ഉണ്ടായിട്ടുള്ളൂ. സങ്കടമുണ്ടല്ലേ? അതും കൂടിന്റെ ഉള്ളിൽ നിന്നല്ലേ? കൊറേ കഷ്ടപ്പെട്ടു ജീവൻ കിട്ടാൻ വേണ്ടിട്ട്. നിങ്ങൾ കണ്ടോ കിടക്കുന്ന എവിടെയെങ്കിലും ബോഡി വല്ലതും കിട്ടിയായിരുന്നോ? കണ്ടിരുന്നു. ഇവിടെ നമ്മുടെ തൊട്ട് അപ്പുറത്തെ കാപ്പി എസ്റ്റേറ്റില് ഉണ്ടെന്ന് പറഞ്ഞു ഫോറസ്റ്റുകാര്. ഈ തൊട്ട് പറയില്ല ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി വന്നിട്ട് അതും കൊണ്ടുപോയില്ലേ? കാട് പിടിച്ച സ്ഥലമായിരുന്നു. ഞാൻ അന്നെ കല്യാണം കഴിച്ചുകൊണ്ട് നേരെ ഞാൻ എല്ലാം നന്നാക്കി എല്ലാം നട്ട് എല്ലാ അനുഭവക്കായി. കാപ്പിയും കുരുമുളകൊക്കെ ഇഷ്ടം പോലെ ആയി. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. അപ്പം ഞാൻ പൈനെ പോറ്റും. എൻ്റെ പൈനെയും കൊന്നിട്ടുണ്ട്, എൻ്റെ ആടിനെയും കൊന്നിട്ടുണ്ട്, എൻ്റെ നായിനെയും കൊണ്ടുപോയി. ഇതുപോലെ കൊണ്ടുപോയി ആ തോട്ടത്തെ കൊണ്ടുപോയി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വലിയ പോലീസ് നായിനെ പോട്ടെ നായിയാ, ഉച്ചക്ക് ബിരിയാണി വെച്ച് കൊടുക്കും, അത് മാറ്റി കഴിക്കും എൻ്റെ നായി. അപ്പോൾ ഒരു ദിവസം കണ്ടില്ല, ബിരിയാണിയൊക്കെ ആയി തണിഞ്ഞ് ഇവൻ കാണുന്നില്ല. ഞാൻ അടുത്ത വീട്ടുകാരോട് പറഞ്ഞേ എൻ്റെ നായിനെ കാണുന്നില്ല, പരച്ചോട്ടനോട്. അങ്ങനെ പറഞ്ഞ് കാണുന്നില്ല എന്ന് പറഞ്ഞ് നോക്കാം കേട്ടിക്കെന്ന് പറഞ്ഞ്. പിന്നെ വൈകുന്നേരം അയാൾ വന്ന് പറഞ്ഞ് ആ കാപ്പി വേണ്ടി ഞങ്ങൾ പോയി നോക്കി. ഞാനും എൻ്റെ 4 പെൺമക്കളും പോയി നോക്കുമ്പോ എന്താ എത്തൂല. വലിയ മരത്തിൽ കാപ്പി കയറ്റി മറവ് ചെയ്ത് ഫോറസ്റ്റുകാരോട് വന്ന് അവരെ കണ്ട് അവരെ പറഞ്ഞ് ഇങ്ങനെ എപ്പോഴും ഉണ്ടായാലുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞ കടക്കടക്ക് പശുവിനെ മാന്തി കണ്ണിയിലൊക്കെ വിട്ടുപോയി. ആണ് കുറേയൊക്കെ മോളെ കല്യാണം നിശ്ചയത്തിന് 2 ആടിനെ വാങ്ങി. ഒന്നിനെ ബിരിയാണി വെച്ച്, ഒന്നിനെ ഞങ്ങൾ പോറ്റി. അതിനെ ഇതേപോലെ തന്നെ വിളിച്ചിട്ട് കൊണ്ടുപോയി. പകുതി ചെന്ന് പരി ഇട്ട്. പിന്നെ ഫോറസ്റ്റുകാർക്ക് വന്നിട്ട് എനിക്ക് 20,000 ഉറുപ്പ്യ വന്ന്. അതന്നെ. പിന്നെ ഇതിപ്പോൾ മിഞ്ഞാന്ന് എപ്പോഴും ഞാൻ കാണുന്നതാ. ഞാനും മോളും കൂടി പോയിട്ട് കൊണ്ടുവന്നതിനെ ഞാനെടുത്ത് ഒന്ന് മോളെടുത്ത് എപ്പോഴും വരും. ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്നതാണ്. പിന്നെ കുട്ടീൻ്റെ അച്ഛന് കേട്ടില്ല, പുറത്താണ്. ഓള് രാവിലെ ജോലിക്ക് പോകും. ചെറിയൊരു മോള്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ കൂട്ടിൽ നിന്നാണ് ഈ ഒരു വളർത്തുനായെ പിടിച്ചതിന് ശേഷം ഇതിലെ ഇങ്ങനെയാണ് കൊണ്ടുപോയത് കേട്ടോ. വീടിൻ്റെ പുറവശത്തേക്കാണ് കൊണ്ടുപോയത്. ഇതിലിങ്ങനെ നേരെ പോവുകയായിരുന്നു. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിലൊക്കെ നടന്ന വഴികളും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പാടുകളൊക്കെ കാണാം. ഇങ്ങനെയാണ് കൊണ്ടുപോയത്. മാത്രമല്ല ഇന്നലെ രാവിലെ തിരഞ്ഞപ്പോൾ പട്ടിയുടെ ബോഡിയുടെ അവശിഷ്ടം ഈ ഒരു പ്രദേശത്ത് നിന്ന് അവർ കണ്ടെത്തിയിരുന്നു. അത് കഴിഞ്ഞ രാത്രി വന്ന് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ളതാണ് ഇവർ പറഞ്ഞത് കേട്ടോ. വീടിന് പുറവശത്തേക്ക് മുഴുവനും കാപ്പിത്തോട്ടവും മറ്റുമൊക്കെയാണ്. ഇവിടെ ഈ കാണുന്ന ഒരു വാഴ, അല്ലെങ്കിൽ ഈ വാഴ നിൽക്കുന്ന ഈ പ്രദേശം നിങ്ങൾക്ക് കാണാം. ഇവിടെയായിട്ടാണ് കിടന്നിരുന്നത് കേട്ടോ. ഇവിടെയൊക്കെ പക്ഷേ നമുക്ക് കാൽപ്പാടുകളും മറ്റുമൊക്കെ ചെറിയ രീതിയിലൊക്കെ കാണാം. പക്ഷേ മഴ പെയ്തുകൊണ്ട് കുറേയൊക്കെ മിസ്സായിപ്പോയി. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു സംഭവം
കിടന്നത് എന്നാണ് നമുക്കിപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞപ്പോൾ മനസ്സിലായത് കേട്ടോ. ഇതിന് പുറകോട്ട് ഒരു 400 മീറ്റർ അങ്ങോട്ട് ഫോറസ്റ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വന്യജീവികളൊക്കെ ഇങ്ങോട്ട് വരാനായിട്ടുള്ള സാധ്യതയും തീരെ കുറവൊന്നുമല്ല. എന്നാലും ഇതാണ് കേട്ടോ സംഭവം. ഏതായാലും പുലിയാണോ കടുവയാണോ എന്നുള്ളത് ഇനി അവർ സ്ഥിരീകരിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നിലവിൽ പുലിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ വലിയ കാൽപ്പാടുകൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് നമ്മളിന്ന് പഴുപ്പത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വന്നപ്പോൾ കണ്ട ആ ഒരു വളരെ ദാരുണമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഇന്നലെയാണ് സംഭവം നടന്നത്. നമ്മൾ എൻ്റെ പിറ്റേ ദിവസം 16-ാം തീയതിയാണ് ഇവിടെ എത്തിയത്. ആ വീട്ടുകാരുടെ പ്രത്യേകിച്ച് ആ വീട്ടിലെ മകളുടെ വിഷമമൊക്കെ നമ്മൾ കണ്ടു. അവർ ഓമനിച്ച് 10-12 വർഷം കാലം അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ കഴിഞ്ഞിരുന്ന ഒരു വളർത്തുനായിയാണ് ഇത്തരത്തിൽ ഒരു വന്യജീവി വന്ന് പിടിച്ചുകൊണ്ട് പോയത്. സ്വാഭാവികമായിട്ടും അവരുടെ വിഷമം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓരോ സമയത്തും പല ആളുകളുടെ പല രീതിയിലുള്ള വളർത്തുമൃഗങ്ങളെയും ഇതുപോലെ വന്യജീവികൾ വന്ന് പിടിച്ചുകൊണ്ട് പോവുക കേട്ടോ. ഏതായാലും വലിയ കാൽപ്പാടുകൾ നമുക്ക് ആ വീടിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം. നമ്മളിപ്പോൾ അത് നോക്കിയതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അത്രയും സൈസുണ്ട്. അപ്പോൾ അത് എന്ത് ജീവിയാണെന്നുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള എക്സ്പേർട്ടുകളൊക്കെ ഇനി പറയേണ്ടതാണ്. നമുക്കേതായാലും അത്ര കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റിയില്ല. പുലിയാണെന്നും അല്ലെങ്കിൽ കടുവയാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും വനംവകുപ്പ് അത് പുലിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനി ക്യാമറയിലൊക്കെ ഫോട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അത് പുറത്ത് വരേണ്ടതാണ്. ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. എന്ത് വളർത്തുന്ന ആളുകളും ഇതുപോലെ ഓരോരോ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കർഷകർ മറ്റ് വന്യജീവികളുടെ പന്നി, ആന മുതലായ ജീവികളുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ നേരിടുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.